ഞങ്ങൾ നെട്ടേ പോയി കപ്പയും പുഴമീനും കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണിത്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖല ഒന്ന് പിടിക്കാനായിട്ടാണ് വിചാരിച്ചത്. കാരണം ഹരിതാഭയും പച്ചപ്പും ഒക്കെ ഒന്ന് കാണണമെന്ന് മനസ്സിന് വല്ലാത്തൊരാഗ്രഹം. വിശാഖ് പിന്നെ 2 വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ നെടുമങ്ങാടുന്ന് നെയ്യാർ ഡാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നെയ്യാർ ഡാമിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയില്ല, കാരണം ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരുവനന്തപുരം കാട്ടാക്കട റോഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കനാലാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് നെയ്യാർ ഡാമിൻ്റെ ഒരു കനാൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി പ്ലേസ് കേട്ടോ. നെയ്യാർ മെയിൻ കനാൽ എന്നാണ് ഗൂഗിൾ കാണിക്കുന്നത്. അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ആൽമരവും ഭയങ്കര സൈലൻസ് ആയിട്ടുള്ളൊരു ആംബിയൻസും അടിപൊളിയായിരുന്നു. നല്ല തണലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറേ നേരം ഇരിക്കാനൊക്കെ പറ്റി. എനിക്കും കാല് വേദന ആയതുകൊണ്ട് കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ കള്ളിക്കാടിലേക്ക് പോണ വഴിക്ക് നെയ്യാറിൻ്റെ ഒരു മെയിൻ കനാൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ കയറി നോക്കിയപ്പോഴാണ് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല പറയാനായിട്ട്. അത്രയും മനോഹരമായിട്ടൊരു കനാൽ. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് 2 കൊച്ചുകുട്ടികളല്ല തീരെ, അവന്മാരവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവർ നീന്തി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരോട് ചോദിച്ചേടാ നീന്തണ വീഡിയോ എടുത്തോട്ടെ എന്ന്. അപ്പോൾ അതിനെന്താ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡൈവ് ചെയ്യണ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാമറയൊക്കെ അതിനായി സെറ്റ് ചെയ്ത് അവരിത് ഡൈവ് ചെയ്യണ വീഡിയോ ഉണ്ട്. നല്ല മിടുക്കം പയ്യന്മാർ കേട്ടോ. ഞാൻ സ്കൂളിൽ പോകണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് അവധിയാണ്, ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നതാണെന്ന്. വെയിലത്ത് കുളിച്ചാൽ പനി പിടിക്കത്തില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് ഇതൊക്കെ ശീലമാണ്. അങ്ങനെ അവന്മാരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരുവനന്തപുരം കാട്ടാക്കട റോഡിൽ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ പോണത് അമ്പൂരിയിലേക്കാണ്. അവിടെ പോയി എന്താണ് കാണാനുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ വഴിയിൽ ചോദിച്ചു പോകാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ വഴിയിൽ ഒരു ചേട്ടനോട് അമ്പൂരി ജംഗ്ഷൻ ഏതാണ്ട് എത്തിയിട്ട് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാലമുണ്ട്, പാലവും കുറച്ച് വ്യൂ പോയിൻറ്റ്സും ഉണ്ട്. പിന്നെ മേലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഡാമാണ്. അതിച്ചിരി ഡാമല്ല വെള്ളച്ചാട്ടമാണ്. അത് ഇച്ചിരി കൂടുതൽ നടക്കേണ്ടതായി വരുമെന്ന് പറഞ്ഞു. അപ്പം നടക്കുന്നത് സീനായതുകൊണ്ട് നമ്മൾ നേരെ ഈ ബ്രിഡ്ജ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ ഭയങ്കര വ്യൂ. നെയ്യാർ റിസർവോയറിൻ്റെ നടുക്കൂടെ ഒരു ചെറിയ പാലം, ഒരു ഓട്ടോയ്ക്ക് കടന്നു പോകാനുള്ള പാലമാണ് കേട്ടോ. അപ്പം നമ്മൾ പാലത്തിൻ്റെ അക്കരക്കര എത്തിയപ്പോൾ ഒരു ചെറിയ കടയുണ്ട്. അവിടെ കയറി നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് കഴിച്ചിട്ട് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു വണ്ടി വരുമ്പോൾ തന്നെ നമ്മൾ കൺജസ്റ്റഡ് ആവും. അങ്ങനെ കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം ഞങ്ങൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വെയിലുമായിരുന്നു കേട്ടോ. ഞാൻ ഫുൾ സെറ്റപ്പിലാണ് പോയത്. ഞാൻ ഇരിക്കണ കണ്ടാൽ ഏതോ തീവ്രവാദി ഇരിക്കണ മാതിരി തോന്നും. മാസ്കും ഗ്ലൗസും എല്ലാം ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മേലേക്ക് സെറ്റിൽമെൻറ്റ് ഏരിയ ആണ്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങി വന്ന റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് ഞങ്ങൾ ആ റോഡ് തന്നെ ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മേലെ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് വിടില്ല, പക്ഷേ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് പോകാമെന്ന്, മാർത്താണ്ഡത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ മാർത്താണ്ഡം വഴി ട്രിവാൻഡ്രം വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ആ റോഡ് തന്നെ ഞങ്ങൾ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ റോഡിൽ കൂടെ കുറച്ച് അധികം ദൂരം പോയി. എല്ലായിടത്തും കൂടുതലും റബ്ബർ പ്ലാന്റേഷൻസാണ് കണ്ടത്. എന്നാലും പച്ചപ്പായതുകൊണ്ട് ഒരു സങ്കടവും തോന്നിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ പോയി. ഏതാണ്ട് കന്യാകുമാരി വിളവൻകോട് റോഡാണ് ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ചെറിയൊരു വഴിയുണ്ട് കേട്ടോ, ഒരു കടയുടെ സൈഡിൽ കൂടെ. അവിടെ ചെന്ന് ചിറ്റാർ റിസർവോയർ എന്നാണ് ഗൂഗിൾ കാണിക്കുന്നത്. അപ്പം ആ വഴി ചെന്ന് അവസാനിക്കുന്ന ഒരു ശിവക്ഷേത്രത്തിൻ്റെ അവിടെയാണ്. അതിൻ്റെ ബാക്കിലായിട്ട് ചിറ്റാർ റിസർവോയറാണ്. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയുമില്ല. ആളും തിരക്കും ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് കാലൊന്ന് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ നമ്മുടെ മീനുകളൊക്കെ വന്ന് ഫിഷ് ഫ്രൈയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. വരാനേ തോന്നിയില്ല, നല്ല രസമുണ്ട്. കല്യാണ പാർട്ടി ഒരാൾ വന്ന് അപ്പുറത്ത് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ ഒരു തിരക്കുമില്ല. 3 മണി സമയമായതുകൊണ്ട് അമ്പലവും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബായ് പറഞ്ഞിട്ട് നേരെ കന്യാകുമാരി വിളവൻകോട് റോഡിൽ എന്നെ പിടിച്ചു. പോണ വരെ
പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വഴിയിൽ വേറൊരാളോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കുരിശടിയുണ്ട്, അവിടെ നിന്ന് റൈറ്റിലേക്ക് എടുത്താൽ നെട്ടയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് കുറേ ക്യാപ്ചറും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ക്യാപ്ചർ ചെയ്യാണ്ടിരിക്കാനുള്ള ഒന്നുമില്ല, അത്ര മനോഹരമായിരുന്നു പ്ലേസൊക്കെ. റബ്ബറാണെങ്കിൽ പോലും നമുക്കത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ നെട്ടയിലെത്തി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കപ്പയും മീനും ഒക്കെ കഴിച്ച് ഹാപ്പിയായി തിരിച്ച് പേയാട് വഴി ബാലരാമപുരം ആ റൂട്ട് പിടിച്ച് നേമം ആ വഴിയാണ് ഞങ്ങൾ ബൈപ്പാസ് കയറി കഴക്കൂട്ടം വഴി വീട്ടിലേക്ക് പോയത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഒന്നും പ്ലാൻ ചെയ്യാണ്ട് പോയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.